അനീഷ് എന്ത് പറഞ്ഞോളെ? അവൻ നോക്കിയിട്ട് വിളിക്കാന്ന് പറഞ്ഞു. ശ്രീയേട്ടനായിരുന്നു ഫോണില്. എന്നിട്ട് ശ്രീ എന്താ പറഞ്ഞേ? എന്തു പറയാനാണ്, ഒന്നും പറഞ്ഞിട്ടില്ല. നിനക്ക് നാളെ പരീക്ഷയിലല്ലേ, നീ വീട്ടിലേക്ക് പോക്കോ. അമ്മയും കൂടെ ഇവിടെ തന്നെ നിൽക്കട്ടാ. അതിങ്ങനെ ഞാനും കുഞ്ഞും കൂടെ പോവാം. ഞാൻ പോയി ബില്ലപ്പി എടുക്കട്ടെ. ശ്രീയേട്ടൻ കുറ്റം പറഞ്ഞെങ്കിലേ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇത്രയും കിടന്ന് ഒറ്റക്കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ. അപ്പൊ പിന്നെ ആർക്കെങ്കിലും ദണ്ണം വരും. എന്നോടൊരു 100 പ്രാവശ്യം പറയണതാ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കണം എന്ന്. എൻ്റെ കയ്യിൽ തന്ന ബില്ല എന്നിട്ട് കൊണ്ടുവന്ന് കളഞ്ഞിട്ട്. അപ്പൊ നീ ഒന്ന് റെഡി ആയിക്കേ. എന്നിട്ട് ഇപ്പൊ കുറ്റം പറഞ്ഞാലും വഴക്ക് പറഞ്ഞാലും എനിക്ക് നീ എന്ത് നോക്കിക്കൊണ്ടിരിക്കണേ? അപ്പോ ഒന്ന് പോയി ബാഗ് എടുത്തിട്ടേ. ഫോൺ. എന്റെ താക്കോല എവിടെ? താക്കോല് നിന്റെ ബാഗിലില്ലേ? ആ ബാ പോയിട്ട് വരാം അമ്മേ. ഹലോ അമ്മ, ഒരു മിനിറ്റ്. ഹലോ അമ്മ, പിന്നെ അന്ന് ബാംഗ്ലൂരിൽ വിനീത് പോയപ്പോഴേ ചേട്ടൻ ഒരു നീല കളർ ബാഗ് എടുത്തുകൊണ്ട് പോയിണ്ടായിരുന്നില്ലേ? അതിൻ്റെ ഉള്ളിലത്തെ അറിയിലുണ്ടെന്ന് നോക്കുവോ? ഇല്ലില്ല, ഞാൻ വിളിച്ചിട്ട് അവനെ കിട്ടണില്ല. അമ്മ ഒരു കാര്യം ചെയ്യോ, അപ്പുറത്തെ ബേബി ചേട്ടനെ വിളിച്ചിട്ടേ അവനെ എന്നോടൊന്ന് വിളിക്കാൻ പറയോ? ശരി ശരി. വല്ല തുമ്പ് കിട്ടിയാ? എടി അതെ, ഈ കളഞ്ഞുപോയ സാധനങ്ങൾ തിരിച്ചു കിട്ടാനായിട്ട് വഴിപാട് നേരുന്ന ഒരു അമ്പലം ഉണ്ടല്ലോ. ഓ, അതിന്റെ പേരാണെങ്കിൽ എനിക്ക് കിട്ടണമില്ല. ഞാൻ നോക്കിയിട്ട് മെസ്സേജ് കേട്ടാ. എടി നീ വഴിപാടോ ഒന്ന് കുന്താണെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചിട്ട് പറ. എനിക്കിത് തപ്പാണ്ട് വേറെ നിവർത്തിയില്ല. എനിക്കിത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. എടേ, എത്ര നേരം ഇവിടെ കിടന്ന് വിളിക്കണ്? ഉറങ്ങി കിടക്കണം അമ്മേനെ വിളിച്ചുണർത്തിയിട്ടാണ് ഒന്ന് കിട്ടണത്. ഫോൺ സൈലന്റിലേക്ക് വെച്ചിട്ട് നീ എന്തെടുക്കണേണ്? അതെ, നീ അന്ന് കൊണ്ടുപോയില്ലേ നീല കളർ ബാഗ്? അതിൻ്റെ അകത്തൊന്ന് നോക്കോ? ശരി, എന്നാല് നോക്കിയിട്ട് വിളിക്ക്. ഹലോ, ശ്രീയേട്ടൻ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണേന്ന്. കിട്ടില്ലേ? കിട്ടും, ടെൻഷൻ അടിക്കല്ലേ. അവക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലില്ല, മോക്ക് കുഴപ്പമൊന്നുമില്ല. ശരി, എന്നല്ലേ ഞാൻ നോക്കിയിട്ട് കിട്ടിയിട്ട് വിളിക്കാം. ശരി. മോനെ, അപ്പൊ നീ കൂടെ ഒന്ന് പോയി നോക്കടാ. കിട്ടിയില്ലെങ്കിൽ നമ്മുടെ എത്ര രൂപ പോകുന്നെന്ന് അറിയോ? പോയി തപ്പ്.
അപ്പു എണീറ്റേടാ. അപ്പു നോക്കി വലിയ കിട്ടി. കിട്ടിയാ? എവിടുന്ന് കിട്ടി? എന്റെ കയ്യിൽ ഒട്ടിയിരുന്നാടാ. ആ ഹലോ അമ്മ ആ അപ്പൊ ബില്ല് കിട്ടി. എന്റെ ഭഗവാനെ, ഓ എത്ര പ്രാർത്ഥിച്ചല്ലേ ബില്ല് കിട്ടിയെന്ന്. ബില്ല് ഒന്നും പറയണ്ടി, നീ വീട്ടിൽ തപ്പാൻ ഒരു ഒറ്റയിടവും ബാക്കിയുണ്ടായില്ല. നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ എൻ്റെ കുഞ്ഞെ. നീ ഒരു കാര്യം ചെയ്യ്, എല്ലാവർക്കും കഷ്ടകാലമുള്ള സമയമാണ്. ആ ദേവിയുടെ അമ്പലത്തിൽ കയറിയിട്ടേ 2 രക്തപുഷ്പാഞ്ജലി കഴിച്ചിട്ട് പോരേട്ടാ. ശരി മേന. ആ എടി കിട്ടി, കുട്ടഞ്ചേരി ഭഗവതി. അതെ, നീ ഒരു കാര്യം ചെയ്യ്, അവിടെ ഒരു കുട്ടഞ്ചേരിയും വഴിപാട് നേര്. ബില്ല് എന്തായാലും കിട്ടൂടി. എടി കിട്ടി, ബില്ല് കിട്ടി. നീ പോയി കിടന്ന് ഉറങ്ങട്ടാ, ഞാൻ എന്താ വെച്ചാ ചെയ്യാം. ഹലോ, ആണോ? അടിപൊളി അടിപൊളി. അപ്പോൾ ധൈര്യമായിട്ട് വിട്ടോ, കാശ് കിട്ടിയിട്ട് ചെലവ് ചെയ്യണേ.